അതനുസരിച്ച് എല്ലാം അവൻ അനുവദിക്കുന്നു. എല്ലാം ഒന്നും ഒരു ഇല പോലും അവൻ അറിയാതെ കൊഴിയുന്നില്ല. എല്ലാ സമസ്ത ചലനങ്ങളും. സൂര്യനെ ഉദിപ്പിക്കുന്നു അവൻ, നഖം വളർത്തുന്നു അവൻ, അത് ചെയ്യുന്നു അവൻ, റേപ്പ് അനുവദിക്കുന്നു അവൻ, അല്ലെ, കുട്ടികൾക്ക് ക്യാൻസർ കൊടുക്കുന്നു അവൻ, നിങ്ങളുടെ അടിയിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നതും അവൻ, അനീതി നടത്തുന്നു അവൻ, അനീതി നടത്തുന്നവനെ വളർത്തുന്നു അവൻ, അതെല്ലാം അവനല്ലേ. എന്തോന്നാ ഇത്? ഇങ്ങനെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഖുറാനെയും ഇസ്ലാമിനെയും കുറിച്ച് അവിടുന്ന് ഇവിടുന്നുള്ള കുറച്ച് ബേസിക് നോളജ് ഇല്ലാതെ ഒരു ചുക്കും അറിയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. ശരിയാണ്, ഖുറാനിൽ വ്യക്തമായി പറയുന്നുണ്ട് ദൈവത്തിന് എല്ലാം അറിയാം, ഒരു കാര്യവും അവനറിയാതെ നടക്കുന്നില്ല എന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സന്ദർഭമല്ല അവിടെ. അതാണ് പ്രശ്നം. ദൈവം എല്ലാം അറിയുന്നവനാണ്, അവനറിയാതെ ഒരു എല്ല പോലും ചലിക്കുന്നില്ല എന്ന് പറയുന്നതിനർത്ഥം ഈ ലോകത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ദൈവം എന്നല്ല, ദൈവമാണ് എല്ലാം ചെയ്യുന്നത് എന്നല്ല. പൊട്ടത്തരാണത്. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ എല്ലാവരെയും ഒരേപോലെ പഠിപ്പിച്ച് എക്സാമിൽ എങ്ങനെയാണ് പാസ്സാവേണ്ടത് എന്ന മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടും ആ ഒരു പരീക്ഷയിൽ ചില വിദ്യാർത്ഥികൾ പൊട്ടുന്നത് ആ പാഠപുസ്തകത്തെയോ അധ്യാപകനെയോ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം അത് നമ്മുടെ വീഴ്ചയാണ്. പഠിക്കേണ്ട സമയത്ത് ഉഴപ്പിയും ശരിയായ ഉത്തരം എഴുതേണ്ട സ്ഥലത്ത് തെറ്റുത്തരം എഴുതി വെച്ചതിന് തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്കാണ്. കാരണം ആ വിദ്യാർത്ഥിക്ക് ശരിയായ ഉത്തരവും തെറ്റായ ഉത്തരവും എഴുതാനുള്ള ഫ്രീ വില്ലുണ്ട്. അത് തന്നെയാണ് ഖുറാനിലും പറയുന്നത്. ദൈവം ഈ ലോകത്തോട്ട് ഇറക്കി വിട്ടത് ഒരു പരീക്ഷണത്തിനാണ്. നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നിട്ടും ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ഫ്രീ വില്ല് നമുക്ക് തന്നിട്ട് ഈ ലോകത്തോട്ട് ഇറക്കി വിട്ടത് ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും ശരിയായ മാർഗനിർദ്ദേശങ്ങളും തന്ന് ഈ ലോകത്തോട്ട് ഇറക്കി വിട്ടിട്ടും അതിൽ തെറ്റായ കാര്യങ്ങൾ സ്വബോധയ തിരഞ്ഞെടുക്കുന്നതിന് ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? ഇവിടെ ദൈവത്തിന് അറിയാം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ യുക്തി കൊണ്ട് എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് ദൈവത്തിന് വ്യക്തമായ ബോധമുണ്ട്. ഞാൻ ക്ലാസ് റൂമിലെ ഉദാഹരണം പറഞ്ഞ പോലെ. പിന്നെ ഫ്രീ വില്ലില്ലാത്തൊരു വിഭാഗത്തെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. മലക്കുകൾ, മാലാകകൾ എന്ന് പറയും. അവർക്ക് തെറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല. ദൈവം എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിച്ച് ഫോളോ ചെയ്യാനുള്ള ഒരു കഴിവേ ദൈവം നൽകപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ മനുഷ്യർ അങ്ങനെയല്ല. മനുഷ്യർക്ക് രണ്ടും തിരഞ്ഞെടുക്കാനുള്ള ഫ്രീ വില്ലുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു പരീക്ഷണവും പടച്ചവൻ വെച്ചത്. പിന്നെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ദുഷ്പ്രവർത്തികൾക്കും എല്ലാ നല്ല പ്രവൃത്തികൾക്കുമുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അത് മനുഷ്യർക്കാണ്. രവിചന്ദ്രൻ മാഷ് ക്യാൻസറിന്റെ കാര്യം പറഞ്ഞല്ലോ. ആരാണ് ക്യാൻസറിന് ഉത്തരവാദി? ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഭക്ഷ്യവിഭവങ്ങൾ പരിശോധിച്ചാൽ തന്നെ അത് വളരെ വ്യക്തമായി മനസ്സിലാവും. പച്ചക്കറിയിൽ അടിക്കുന്ന വിഷവും മാർക്കറ്റിൽ അറിയപ്പെടുന്ന പ്രോഡക്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ വളരെ ഈസിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊല്യൂഷനും അതിൻ്റെ ഒരു പങ്ക് ഒട്ടും പുറകിലല്ല. അങ്ങനെ തുടർന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ തന്നെയാണ് നമ്മുടെ നാശം വിതക്കുന്നതെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ടും നമ്മൾ ദൈവത്തെ പഴിക്കുകയാണ് ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഇല്ലാതാക്കാൻ ദൈവത്തിന് നിസ്സാരമായി കഴിയും. പിന്നെ അവിടെ പരീക്ഷണത്തിന് എന്തടിസ്ഥാനമാണ് ഉള്ളത്? അങ്ങനെ ദൈവം എല്ലാം ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഫ്രീ വിൽ തന്ന് ഇങ്ങോട്ട് ഇറക്കി വിടേണ്ട ആവശ്യമില്ലല്ലോ. ദൈവം പറഞ്ഞിട്ടുള്ള കറക്റ്റായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്കിതിനൊരു സൊല്യൂഷൻ കിട്ടും. ഉദാഹരണത്തിന് പോവർട്ടി, എത്ര പട്ടിണി മരണങ്ങൾ നമ്മൾ കണ്ടു. ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട് മുതലുള്ളവർ സക്കാത്ത് കൊടുക്കാൻ. ആ ഒരു വചനം തന്നെ നമ്മൾ കറക്റ്റായി ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാകത്തില്ല. അപ്പം ഇതിനൊക്കെ വഴി വെക്കുന്നത് ആരാണ്? ദൈവമാണോ അതോ മനുഷ്യരോ? കച്ചവടങ്ങൾ സത്യസന്ധമായിരിക്കണം, അതിൽ വഞ്ചന പാടില്ല എന്ന് വളരെ വ്യക്തമായി ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും കൊള്ളലാഭം നേടാനായി ഈ വിഷാംശങ്ങൾ ചേർത്ത് ക്യാൻസറും മറ്റുമുള്ള രോഗങ്ങൾ പടർത്തുന്നത് ആരാണ്? ദൈവമാണോ അതോ മനുഷ്യരോ? തീർച്ചയായും ദൈവം പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ നീച പ്രവൃത്തിക്കും അതിൻ്റെ തക്കതായ ശിക്ഷ ദൈവം തരുമെന്ന്. അല്ലാതെ ഈ ലോകത്ത് നിന്നും നീതി, തുല്യമായ ഒരു നീതി ഒരിക്കലും ആരെക്കൊണ്ടും പോസിബിളല്ല. അതുപോലെ തന്നെ ഓരോ നന്മയ്ക്കും തുല്യമായ പ്രതിഫലവും പരലോകത്ത് വെച്ച് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തീർച്ചയായും പടച്ചവൻ പറയുന്നുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന്.